ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ആട് 3 ചൊവ്വാഴ്ച ദിന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് സിനിമയ്ക്ക് 6-ാം ദിനം ചൊവ്വാഴ്ച 1544ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ വൈകുന്നേരം 7:30 വരെ ലഭിച്ചിരിക്കുന്നത് 1,22,000ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കണ്ടു എന്നുള്ളതാണ്. 31% ഒക്യുപ്പൻസിയിൽ സിനിമ ഇതുവരെ ട്രാക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നത് 2,01,00,000 രൂപയോളമാണ്. ഇന്ന് ഫൈനലായിട്ട് 2,15-2,30 ആ റേഞ്ചിലായിരിക്കാം സിനിമയുടെ കളക്ഷൻ. അതിന് മുകളിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു സിനിമയുടെ വർക്കിംഗ് ഡേയിലെ കളക്ഷനാണ്. ആദ്യ 3-4 ദിവസങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ നേടിയ സിനിമയ്ക്ക് വലിയ ഇടിവ് തന്നെയാണ് തിങ്കളും ചൊവ്വയും നമുക്ക് കാണാൻ കഴിയുന്നത്. തിങ്കളിനേക്കാൾ കൂടുതൽ ഇടിവാണ് ഇതുവരെ ഈ ചൊവ്വാഴ്ച കാണാൻ കഴിയുന്നത്. സിനിമയ്ക്ക് 4 ദിവസം കൊണ്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് 87 കോടിയാണ്. ഇന്നലെ ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്നലെ 5-ാം ദിനത്തെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,60,00,000 രൂപയും വേൾഡ് വൈഡായിട്ട് 6 കോടിയോളവും എന്നുള്ള ഒരു കളക്ഷനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 83.5 കോടിയായിരുന്നു 4 ദിവസം. ഇന്നലത്തെ കളക്ഷനോടുകൂടി 90 കോടിയിലേക്ക് സിനിമ എത്തി എന്നുള്ളതാണ് ട്രാക്ഡ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിട്ടില്ല. അവരുടെ കണക്കുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു 94 കോടിയിലേക്ക് ഇന്നലെ കൊണ്ട് എത്തി എന്നുള്ളത്. ഇന്ന് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടി ട്രാക്ഡ് കളക്ഷൻ തന്നെ നേടി. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വേൾഡ് വൈഡായിട്ട് 5 കോടിയോളമെങ്കിലും സിനിമയ്ക്ക് കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ 99-100 കോടി ഇന്നോടെ സിനിമ എത്തുമെന്നുള്ളതാണ്. നാളത്തെ പ്രീസെയിൽ കളക്ഷൻ കൂടെ കൂട്ടുമ്പോൾ 6-ാം ദിനം തന്നെ സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ജയസൂര്യയുടെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നത്. മിക്സഡ് ആവറേജ് റെസ്പോൺസൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് കൂടുതലായി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇതിനകത്തിലെ കഥാപാത്രങ്ങൾ നേടിയെടുത്ത കരുത്ത് തന്നെയാണ് ആട് 1 വമ്പൻ പരാജയത്തിൽ നിന്ന് ആട് 2 പിറക്കുകയും വമ്പൻ ഹിറ്റാവുകയും അതിൽ നിന്ന് ആട് 3 എത്തുകയും അതൊരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്തുകയും ചെയ്തു. സിനിമയുടെ ബഡ്ജറ്റായി 65-75 കോടിക്കിടയിലാണ് എന്നുള്ള സംസാരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായി വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഷെയർ വന്നിരിക്കുന്നു വേൾഡ് വൈഡായിട്ടുള്ള 5 ദിനത്തെ. കേരളത്തിൽ നിന്ന് മാത്രമായി 33 കോടിയോളമാണ് സിനിമയുടെ ഷെയറായി വന്നിരിക്കുന്നത്. അതുമാത്രമല്ല വേൾഡ് വൈഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഏകദേശം പകുതിയോളം, അതായത് 33-35 കോടി എന്നുള്ള ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നു, സിനിമയുടെ ബഡ്ജറ്റിൻ്റെ പകുതിയോളം സിനിമയ്ക്ക് ഷെയറിലൂടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവധി ദിനങ്ങളാണ്, ഒരു ലോങ് റൺ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതിനിടയിൽ പാട്രിയോട്ട് എന്ന ചിത്രം മുൻപോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആടിനത് ക്ഷീണമാകും, അല്ലെങ്കിൽ അതിനൊരു ലോങ് റൺ തന്നെ ലഭിക്കും. പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമയായ ദൃശ്യം 3 മാറ്റി വെക്കുക കൂടെ ചെയ്തപ്പോൾ ഈ ഒരു അവധിക്കാലത്ത് ജനങ്ങൾക്ക് കാണാൻ ഈ ഒരു സിനിമ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ കളക്ഷൻ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. 31% നിന്ന് അത് പിന്നെയും ഉയർന്നു. നമുക്കറിയാം ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം മികച്ച രീതിയിൽ തന്നെ കളക്ഷനാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 കോടിയും കടന്ന് 33 കോടിയിലേക്ക് ഈ ഒരു സിനിമയുടെ കളക്ഷൻ എത്തുന്നു. സിനിമ 50 കോടി കേരള ബോക്സ് ഓഫീസിൽ കിട്ടുന്ന ദിനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഒപ്പം സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട. ഗ്രേറ്റ് മീഡിയാസ്.